ആടിന്റെ തലയെറുത്ത് ആഹ്ലാദ പ്രകടനം നടത്തിയ സംഭവത്തിൽ മുസ്ലിം ലീഗ് പ്രവർത്തകർക്കെതിരെ കേസ്. യൂത്ത് ലീഗ് നേതാക്കളായ മച്ചിങ്ങൽ റാഫി, പെരിന്തല്ലൂർ വാൽപ്പറമ്പിൽ ഷുഹൈബ് എന്നിവർക്കെതിരെയാണ് തിരൂർ പോലീസ് കേസെടുത്തത്. ശിവദാസ് കന്മനം ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ശിവദാസ്, ഈ ലീഗിന്റെ ആ ഒരു ആഹ്ലാദ പ്രകടനത്തിൽ ആടിന്റെ തലയെറുത്തുകൊണ്ടുള്ള പ്രകടനമാണ് നടന്നത്. ഒരുതരം ക്രൂരത, സംസ്കാരമില്ലായ്മ, ഇതൊക്കെയാണ് അവിടെ വെളിപ്പെട്ടത്. ഏതൊക്കെ വകുപ്പുകൾ പ്രകാരമാണ് ലീഗ് പ്രവർത്തകർക്കെതിരെ കേസെടുത്തിരിക്കുന്നത്? നീലിമ, മലപ്പുറം ജില്ലയിലെ തവനൂരിലാണ് ഇത്തരത്തിൽ ക്രൂരമായ രീതിയിലുള്ള ഒരു ആഹ്ലാദ പ്രകടനം നടന്നത്. KT ജലീൽ പരാജയപ്പെട്ടതോടെയാണ് ലീഗിന്റെ പ്രവർത്തകർ ആടിന്റെ തലയറുത്ത് ഒരു വടിയിൽ കെട്ടിത്തൂക്കി അവർ പ്രകടനം നടത്തിയത്. എന്നിട്ട് അതിനുശേഷം സമൂഹ മാധ്യമങ്ങളിൽ അടക്കം അവർ പങ്കുവച്ചിരുന്നു. പിന്നീട് അത് ഡിലീറ്റ് ആക്കുകയായിരുന്നു. ഈ സംഭവത്തിലാണ് നിലവിൽ 2 പേർക്കെതിരെ തിരൂർ പോലീസ് കേസെടുത്തിട്ടുള്ളത്. പരാതിയുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് കേസെടുത്തിട്ടുള്ളത്. പെരിന്തല്ലൂർ സ്വദേശികളായ യൂത്ത് ലീഗിന്റെ ഭാരവാഹികൾക്കെതിരെയാണ് കേസെടുത്തത്. പെരിന്തല്ലൂർ സ്വദേശികളായ റാഫി, ഷുഹൈബ് എന്നിവർക്കെതിരെയാണ് കേസെടുത്തിട്ടുള്ളത്. ഈ 2 പേരുമാണ് ഇത്തരത്തിൽ ഈ ആടിനെ കെട്ടിവലിച്ചു കൊണ്ടുപോയതും അതോടൊപ്പം തന്നെ ആടിന്റെ തല അറുത്ത് അത് ഒരു വടിയിൽ കെട്ടിത്തൂക്കി ആഹ്ലാദ പ്രകടനം നടത്തിയത്. ഈ ഒരു ഘോഷയാത്രയിലായിരുന്നു ഇത്തരത്തിൽ ആടിന്റെ തലയറുത്ത് ഒരു പ്രകടനം നടത്തിയത്. വളരെ മോശമായ രീതിയിൽ, ക്രൂരമായ രീതിയിലുള്ള ഒരു ആഹ്ലാദ പ്രകടനം തന്നെയായിരുന്നു. KT ജലീലിന്റെ ചിത്രവും ഇതോടൊപ്പം തന്നെ ചേർത്ത് വെച്ചിരുന്നു. അതോടൊപ്പം തന്നെ അത്തരത്തിലുള്ള മോശമായ രീതിയിലുള്ള മുദ്രാവാക്യങ്ങളും ഉയർത്തിയിരുന്നു. ആട് ജലീലിനെ ഞങ്ങൾ കെട്ടുകെട്ടിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അത്തരത്തിൽ വളരെ മോശമായ രീതിയിലുള്ള മുദ്രാവാക്യങ്ങളും ഈ ഒരു ആഹ്ലാദ പ്രകടനത്തിൽ നടത്തിയിരുന്നു. ഒരു താലിബാൻ സ്റ്റൈലിലുള്ള ഒരു ആഹ്ലാദ പ്രകടനമാണ് യൂത്ത് ലീഗിന്റെ ഭാഗത്തു നിന്നും അവിടെ ഉണ്ടായിരുന്ന. സംഭവത്തിൽ വ്യാപകമായ പ്രതിഷേധം ഉണ്ടായിരുന്നു. ലീഗ് നേതൃത്വത്തിന്റെ അടക്കമുള്ള ഒരു പ്രതിഷേധം സംഭവത്തിൽ ഉണ്ടായിരുന്നു. പക്ഷേ വിചിത്രമായ ന്യായീകരണമാണ് ലീഗിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. അതായത് ആ സമയത്തുണ്ടായ ഒരു വികാരത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് അപ്പോൾ അങ്ങനെ ഒരു ആഹ്ലാദ പ്രകടനം നടത്തിയത് എന്നാണ് ഇതിനൊരു പ്രതികരണമായി ലീഗ് നേതാക്കൾ പറഞ്ഞത്. എന്തായാലും ഈ സംഭവത്തിൽ നിലവിൽ 2 പേർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. ഇവരെ നിലവിൽ അറസ്റ്റ് ചെയ്തിട്ടില്ല. തുടർ നടപടികൾ അടുത്ത ദിവസം തന്നെ ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കുന്നത്. നീലിമ. ഓക്കെ ശിവദാസ്.